വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു പേജ് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് മാത്രമല്ല എസ്-സിഒയും കൂടെ എല്ലാവരും വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ബഡ്ജറ്റിന്റെ കൺസ്ട്രെയിൻസ് കാരണം മിക്കപ്പോഴും പറയും കസ്റ്റമായിട്ട് പേജ് ഒന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് അതൊന്ന് കാണിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ കസ്റ്റമായിട്ട് ചെയ്തില്ലേ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ തകർക്കുന്നു. അതായത് കസ്റ്റമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാവും. രണ്ടാമത്തേത് എസ്-സിഒ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യും. മിക്ക ആൾക്കാരും ഈ മിസ്റ്റേക്ക് ആണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ മെനു എന്ന് എടുത്തു കഴിയുമ്പോൾ കണ്ടോ, മെനു ജസ്റ്റ് ലിസ്റ്റ് ചെയ്തേക്കുക. നിങ്ങൾ കാന്താരയുടെ കസ്റ്റം മെനു പേജ് നോക്കിയാൽ എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുമായിരിക്കും ഇങ്ങനെ ലുക്കായിട്ട് ചെയ്താൽ എങ്ങനെ എസ്-സിഒ ഇംപ്രൂവ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യും, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചൈൽഡ് തീം ഉണ്ട്. അതായത് വൂക്കോമേഴ്സ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് കുറെ പേര് ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഇത് വെച്ച് ഞാൻ പറഞ്ഞ ഒരു വലിയ എസ്-സിഒ ബൂസ്റ്റ് നമുക്ക് കിട്ടും. ഇതിന്റെ അകത്ത് നമുക്ക് ആർക്കൈവ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഒരു പേജ് ഉണ്ടാക്കും. ഇതിൽ കസ്റ്റമായിട്ട് നമ്മൾ കോഡ് ചെയ്താണ് ആ ഒരു കസ്റ്റം പേജ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഫാസ്റ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്ത മെയിൻ സാധനം എങ്ങനെയാണ് ഇത് എസ്-സിഒയെ ഇംപ്രൂവ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് സൈറ്റ് മാപ്പ് എന്ന് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ പ്രൊഡക്ട്സിനും ഇപ്പോൾ ഒരു പേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ഇത്രയും പേജസ് ലിസ്റ്റ് ചെയ്തേക്കുക. അപ്പൊ ദ മോർ നമ്പർ ഓഫ് പേജസ് യു ഹാവ്, ദ ഹയർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് റാങ്ക്. മെനു എന്ന് പറഞ്ഞാൽ ആരും സെർച്ച് ചെയ്യാൻ പോകുന്നില്ല. എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഗീ റോസ്റ്റ് അല്ലെ അപ്പം, പുട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പേജ് ഉണ്ട്. അപ്പൊ ഈസിലി നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കും ഗൂഗിൾ ഇതിനൊരു ഹയർ റാങ്കിങ് കൊടുക്കുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ഇഫ് യു വാണ്ട് ടു ഗ്രോ യുവർ ബ്രാൻഡ്. ഇനി നാളെ നിങ്ങളുടെ 4 സ്റ്റാർ പ്ലസ് റേറ്റിംഗ്സ് മാത്രം എങ്ങനെ വെബ്സൈറ്റിൽ കാണിക്കാമെന്ന് നമുക്ക് നോക്കാം.